കർത്താവിനോട് ചോദിക്കണം. നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കർത്താവിനോടല്ലാതെ വേറെ ആരോടാ ചോദിക്കുക? അല്ലേ? കർത്താവിനോട് ചോദിക്കണം. വചനം ഉണ്ടല്ലോ, മത്തായി 9:27-31. മത്തായി 9:27-31. മത്തായി 9:27-31. അവിടെ 2 അന്ധന്മാരെ നമ്മൾ കാണുന്നുണ്ട്. 2 അന്ധന്മാർ. കർത്താവ് ഇങ്ങനെ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് 2 അന്ധന്മാർ ആ വഴി അരികിൽ ഇരുന്നു കൊണ്ട് നിലവിളിക്കുന്നുണ്ട്. എന്താ നിലവിളിക്കുന്നത്? ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് നിലവിളിക്കുന്നുണ്ട്. നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം, പറഞ്ഞിട്ടില്ലായിരിക്കാം. വെറുതെ ഇങ്ങനെ നിലവിളിക്കല്ലേ, ഗുരുവിനെ ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അന്ന് അവർ 2 പേരും നിലവിളിച്ചില്ലായിരുന്നെങ്കിൽ അവർക്ക് സൗഖ്യം കിട്ടോ? ആൻഡോ, സൗഖ്യം കിട്ടോ? നിലവിളിച്ചില്ലെങ്കിൽ സൗഖ്യം കിട്ടോ? കിട്ടത്തില്ലായിരുന്നു. കർത്താവ് കടന്നു പോകുമെന്നല്ലാതെ സൗഖ്യമൊന്നും കിട്ടത്തില്ലായിരുന്നു. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നിലവിളിച്ച് വാങ്ങണം. ആ അന്ധന്മാർ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. സാമുവേലിന്റെ പുസ്തകത്തിൽ ഹന്ന എന്ത് ചെയ്യുന്നുണ്ട്? കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോൾ ദേവാലയത്തിൽ പോയി നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അവർക്ക് സാമുവേൽ എന്ന കുഞ്ഞിനെ ലഭിച്ചു. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ തന്നെ കർത്താവിൻ്റെ മുന്നിൽ സമർപ്പിച്ചോളണം, പ്രാർത്ഥിച്ച് നമ്മൾ നേടിയെടുത്തോളണം. വേറെ ആരെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കോ? ഇല്ല. അപ്പം അതുകൊണ്ട് ഈശോയുടെ മുന്നിൽ നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സമർപ്പിച്ച് കർത്താവിൻ്റെ മുന്നിലായിരിക്കണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശിൽ കിടക്കുന്ന സമയത്ത് നല്ല കള്ളൻ, ഹലോ, ഒരു കള്ളൻ എവിടെയുണ്ട്? വലത്തുവശത്തും മറ്റേ കള്ളൻ എവിടെയുണ്ട്? ഇടത്തുവശത്തും ഉണ്ട്. ഈ ഇടത്തുവശത്ത് കിടക്കണ കള്ളൻ പറയുന്നത് എന്താ? നീ ദൈവമാണെങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിക്ക്. കർത്താവിനെ അവൻ വേദനയിൽ കിടക്കുകയാണ്. ചിലരെന്ത് ചെയ്യുന്നറിയാം? ഈ വേദനയിൽ കിടക്കുന്ന സമയത്ത് കുരിശിലും സങ്കടങ്ങളിലും ആകുമ്പോൾ ദൈവത്തെ ശപിക്കും. നീ എന്ത് ദൈവമാണ്? കണ്ണീച്ചോരയില്ലേ? ഈ സഹനം നീ എനിക്ക് എന്തിനാ തന്നത്? എന്തിനാണ് ഈ വേദന തന്നത്? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നീ എന്തിനാ എനിക്ക് ദുരിതമൊക്കെ തന്നതെന്ന് ഈ കള്ളനെ പോലെ പറയും. പക്ഷെ മറ്റേ കള്ളൻ എന്താ ചെയ്തത്? കർത്താവേ, അങ്ങ് പറുദീസയിലായിരിക്കുമ്പോൾ ഒച്ചേ പറഞ്ഞ എന്തായിരുന്നു? കർത്താവെ അങ്ങ്, കർത്താവിനെ ഓർക്കണമെന്നല്ല, കർത്താവെ അങ്ങ് പറുദീസയിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അതായത് ചോദിച്ചു വാങ്ങിയതാണ് എന്ത്? പറുദീസ. ഹലോ, ആ കുരിശിൽ കിടക്കുന്ന സമയത്ത് നല്ല കള്ളം പറയാണ്, കർത്താവേ ഓക്കെ സമാധാനമായിട്ട് മരിക്കട്ടോ, കർത്താവേ എനിക്ക് മരിക്കാനുള്ള കൃപ താട്ടോ എന്ന് മാത്രമാണ് ചോദിക്കുകയാണെങ്കിൽ അവന് സ്വർഗം കിട്ടുമോ? കിട്ടത്തില്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനോട് നമ്മുടെ കാര്യങ്ങൾ ചോദിച്ച് വാങ്ങിയെടുക്കണം. ഒരു കുഞ്ഞിൻ്റെ സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ അപ്പനാണ് കർത്താവ് എന്നുള്ളൊരു ബോധത്തിൽ ചോദിച്ച് വാങ്ങിയെടുക്കണം. ആ കള്ളൻ, പെരുങ്കള്ളൻ ഭൂമിയിലായിരുന്ന സമയത്തും കട്ടു, മരിക്കുന്ന സമയത്ത് എന്തും കട്ടു. മരിക്കുന്ന സമയത്ത് അവൻ കട്ടെടുത്തത് എന്താ? മരിക്കുന്ന സമയത്ത് അവൻ കട്ടെടുത്തത് എന്താ? ഒച്ചേ പറഞ്ഞോ? പറുദീസ. അവൻ ജീവിച്ചിരുന്ന സമയത്ത് പൈസയും സ്വർണമൊക്കെ കട്ടെടുത്തു. മരിക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്തു? അനുദപിച്ച് ആ സ്വർഗവും കട്ടെടുത്തു എന്നുള്ളതാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചോദിച്ച് വാങ്ങണം കേട്ടോ. നിരാശപ്പെടരുത് കേട്ടോ. 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം ചോദിച്ചിട്ട് നിനക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നീ കരഞ്ഞ് കഥകടച്ചിരിക്കരുത്. കർത്താവിനോട് നിരന്തരം ചോദിക്കാനുള്ളൊരു തുറവി ഉണ്ടാവണം. അതും എളിമയുടെ ഭാഗം. അത് നിനക്ക് ചോദിക്കാൻ മടിപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിനക്ക് എവിടെയോ എളിമക്കുറവ് സംഭവിച്ചെന്നുള്ളതാണ്. നമ്മളൊക്കെ മരിച്ചു പോകുന്ന മനുഷ്യരാ. കർത്താവിൻ്റെ മുന്നിൽ ഏറ്റവും എളിമയോടെ ശാന്തതയോടെ അവസാന ശ്വാസം കടന്നു പോകുന്നത് വരെ കർത്താവിനോട് ചോദിച്ച് 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 നമ്മൾ ജീവിക്കണം. അതുകൊണ്ടല്ലേ സ്വർഗസ്ഥനായ പ്രാർത്ഥനയിൽ നമ്മൾ പറയുക, അന്നു വേണ്ട ആഹാരം, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്നാ. നാളത്തെ ഭക്ഷണമല്ല, മറ്റന്നത്തെ ഭക്ഷണമല്ല, ഇന്നത്തെ കാര്യം ഞാൻ ഇന്ന് ചോദിച്ച് മേടിക്കണം. മരിക്കുന്നത് വരെ എല്ലാ ദിവസവും നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലുന്നതാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും കർത്താവിനോട് ചോദിക്കണം എല്ലാ കാര്യങ്ങളും. അങ്ങനെ എളിമപ്പെട്ട് താഴ്മയോട് ജീവിക്കാൻ പരിശ്രമിക്കണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. രക്തസ്രാവക്കാരി സ്ത്രീ, അവൾക്ക് എത്ര വർഷമായിട്ട് രക്തസ്രാവം ഉണ്ടായിരുന്നു? എത്ര വർഷമായിരുന്നു? അന്ന എത്ര വർഷമായിരുന്നു? 12 വർഷമായിട്ട് രക്തസ്രാവമായിരുന്നു. 12 വർഷം, ലോങ് 12 years. വചനം പറയുന്നുണ്ട് പല ബിഷപ്പ്വരന്മാരുടെ അടുത്തും അവൾ പോയി, പക്ഷെ എവിടെ നിന്നും സൗഖ്യം കിട്ടിയില്ല. അപ്പം അങ്ങനെ കർത്താവ് ഇങ്ങനെ ആ വഴി പോകുന്നുണ്ടെന്ന് അറിയുമ്പോൾ അവള് അവിടത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇവളെ ആ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം രക്തസ്രാവക്കാരി സ്ത്രീയാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്താ? രക്തസ്രാവം പിടിപെട്ട ഒരു സ്ത്രീ ഒരു പുരുഷനെ സ്പർശിക്കുവാണെങ്കിൽ, ഒരു യഹൂദനെ സ്പർശിക്കുവാണെങ്കിൽ ആ യഹൂദന് സിനഗോഗിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. അശുദ്ധയാ, അവൻ അശുദ്ധനായിട്ട് മാറും. യഹൂദ നിയമപ്രകാരം നിയമാവർത്തന പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കും, രക്തം തൊടാൻ പാടില്ല, അശുദ്ധമാ. മാംസം രക്തത്തോടൊപ്പം ഭക്ഷിക്കാൻ പാടില്ല, അശുദ്ധമാ. രക്തം എപ്പോഴും അശുദ്ധമാ. അപ്പം അതുകൊണ്ട് ഇവള് രക്തസ്രാവക്കാരിയായ സ്ത്രീ ആയതുകൊണ്ട് ആ തിരക്കിനിടയിൽ വരുമ്പോൾ ഫരിസേയരും നിയമജ്ഞരൊക്കെ പറയുന്നുണ്ട്, അകന്നുപോ, അശുദ്ധേ നീ അകന്നുപോ. ചോസൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതിൽ വ്യക്തമായിട്ട് കാണിക്കും, അശുദ്ധേ നീ അകന്നുപോ, ഞങ്ങളെ തൊടല്ലേ, മാറിപ്പോ, ഗുരുവിനെ തൊടല്ലേ, മാറിപ്പോ. എല്ലാവരും അവൾ അകറ്റി നിർത്തും. അപ്പം അവളെന്താ ചെയ്യുന്നത്? ഫ്രിഞ്ച്, ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും തൊട്ടാൽ മതി, പ്ലീസ് അലൗ മീ ടു ടച്ച്. ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും തൊട്ടാൽ മതി, പ്ലീസ്. അവൾ കേഴുകയാണ്. ഉണ്ട്, അവൾക്കറിയാം ഈ കാണുന്ന ആരും എനിക്ക് സൗഖ്യം തരൂല്ലെന്ന്. നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ടാവും, ഭാര്യ ഉണ്ടാവും, ഭർത്താവ് ഉണ്ടാവും, മക്കളുണ്ടാവും. പക്ഷെ ആരും ചില സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. നമ്മളൊറ്റക്കായി പോകും. ആ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മനസ്സിലാക്കാനും ഒരേ ഒരാൾക്കേ പറ്റുള്ളൂ. അത് ആർക്കാ? ഈശോയ്ക്ക് മാത്രമേ നമ്മുടെ ഉള്ളം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈശോയ്ക്ക് മാത്രമേ നമ്മൾ കടന്നു പോകുന്ന നൊമ്പരങ്ങളും നമ്മളുടെ ജീവിതത്തിൻ്റെ വ്യസനങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആര് പറയുന്നതും ആ സമയത്ത് കേൾക്കരുത്. ഈശോയുടെ മുന്നിൽ മുട്ടുകൾ മടക്കി പ്രാർത്ഥിച്ച് കൈവരിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ രക്തസ്രാവക്കാരി സ്ത്രീ ആര് പറയുന്നത് മൈൻഡ് ചെയ്യുന്നില്ല. പലരും പലതും പറയുന്നുണ്ട്, ഗുരുവിനെ തൊടല്ലേ, മാറ്, അശുദ്ധേ, പോ, മാറിപ്പോ. അവളെന്താ ചെയ്യണേ? ആ തിരക്കിനിടയിലൂടെ പണിപ്പെട്ട് പോയി. കർത്താവ് ജസ്റ്റ് പാസ് ചെയ്യാണ്. അവൾ ചാടി വീണ് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടു, സൗഖ്യം കിട്ടി. അന്ന് അവൾ ആ ഇടിപിടിച്ച് പോയില്ലായിരുന്നെങ്കിൽ സൗഖ്യം കിട്ടുമായിരുന്നോ? കിട്ടത്തില്ലായിരുന്നു. ആ 12 വർഷം എന്നുള്ളത് 24 വർഷം 50 വർഷമായിട്ട് നീണ്ടുപോകുന്നല്ലാതെ അവൾ എന്നാ ചോദിച്ചില്ലായിരുന്നെങ്കിൽ സൗഖ്യം കടന്നു വരില്ല. നമ്മളും ഉണ്ടല്ലോ കർത്താവിനോട് ചോദിക്കണം, കർത്താവേ എനിക്ക് സൗഖ്യം താ, ആന്തരികമായ മുറിവുകളിൽ നിന്ന് സൗഖ്യം താ, ബലഹീനതകളിൽ നിന്ന് സൗഖ്യം താ, പാപങ്ങളിൽ നിന്ന് സൗഖ്യം താ, ജീവിതത്തിലെ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം താ എന്ന് കർത്താവിനോട് നമ്മൾ നിരന്തരമായി ചോദിക്കണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഇരുകരങ്ങളും ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, 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 ഈശോയേ. പരസ്പരം ഒന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങണമെന്ന് പറഞ്ഞ്, നീ തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞ്, വേറെ ആരും നിനക്ക് വേണ്ടി ചോദിക്കൂലെന്ന് പറഞ്ഞ്, കർത്താവിൻ്റെ മുന്നിൽ മുട്ട് മടക്കണമെന്ന് പറഞ്ഞ്, കർത്താവിൻ്റെ മുന്നിൽ കരങ്ങൾ ഉയർത്തണമെന്ന് പറഞ്ഞ്, നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്, മടുക്കരുതെന്ന് പറഞ്ഞ്, തളരരുതെന്ന് പറഞ്ഞ്, വലതുകരം ഉയർത്തി പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഒരു മടുപ്പും വേണ്ട. നമ്മൾ ചോദിച്ച് തന്നെ കർത്താവിൽ നിന്ന് എല്ലാം വാങ്ങിയെടുക്കണം. ലൂക്കാ 9:37-43. മാർക്കോസ് 9-ലും ഉണ്ട് സെയിം തന്നെ. ലൂക്കാ 9:37-43. മാർക്കോസ് 9-ലും ഉണ്ട് കേട്ടോ. ലൂക്കാ 9:37-43. മാർക്കോസ് 9 കുറച്ചും കൂടി ക്ലിയറായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു പിതാവ് പിശാച് ബാധിതനായ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വരികയാണ്. മനസ്സിലായോ? പിശാച് ബാധിതനായ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വരികയാണ്. വന്നു കഴിഞ്ഞിട്ട് ആരെക്കൊണ്ട് ആദ്യം പ്രാർത്ഥിപ്പിക്കുന്നത്?
ബൈബിൾ വായിച്ചിട്ടുണ്ട്. ആരെ കൊണ്ട് ആദ്യം പ്രാർത്ഥിപ്പിക്കുന്നത്? ശിഷ്യന്മാർ. ആരെ കൊണ്ടാണ് പ്രാർത്ഥിപ്പിക്കുന്നത്? ഒച്ച പറഞ്ഞോ. ആരെ കൊണ്ടാ? ശിഷ്യന്മാരെ കൊണ്ട്. ഒച്ച പറഞ്ഞ് ആരെ കൊണ്ടാണ് പ്രാർത്ഥിപ്പിക്കണേ? ശിഷ്യന്മാരെ കൊണ്ട് ആദ്യം പ്രാർത്ഥിപ്പിക്കണേ. പ്രാർത്ഥിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിശാച് പോയോ? എന്തുകൊണ്ടാണ് പോകാഞ്ഞത്? വിശ്വാസക്കുറവുണ്ടോ? ആ വചനം തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് പിശാച് പോകാതിരുന്നത്. മർക്കോസ് 9-ാം അധ്യായത്തിൽ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിൽ ഫുഡ് നോട്ടായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്, പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഇവ പോവില്ല. പ്രാർത്ഥനയും ഉപവാസവും കുറവുള്ളത് കൊണ്ടാണ് പിശാച് ആ കുട്ടിയിൽ നിന്ന് പുറത്തു പോകാതിരുന്നത്. അതായത് ഈ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചിട്ട് പിശാച് പുറത്തു പോയില്ല. ആ പിതാവ് അവിടെ നിന്ന് പോയില്ല. പിതാവ് അവിടെ തന്നെ നിന്നു. ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു? ഈശോ വരാൻ വേണ്ടിയിട്ട് അന്നെ ഇങ്ങനെ കർത്താവ് ഈ അപ്പൻ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ കർത്താവ് വന്നു. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് അവർ പ്രാർത്ഥിച്ചിട്ട് മാറിയില്ല. അപ്പോൾ കർത്താവ് പറയും, വിശ്വാസമില്ലാത്ത നിങ്ങളിനി എന്ത് ചെയ്യും ഞാൻ? എന്നിട്ട് കർത്താവ് കൂട്ടിച്ചേർത്ത് പറയും, ഈ പ്രാർത്ഥനയും ഉപവാസവും ഇല്ലാതെ ഇവ പോകത്തില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ പിശാചിനെ കർത്താവ് ബഹിഷ്കരിച്ച് പുറത്താക്കുകയാണ് ചെയ്യുക. കണ്ടോ? അതായത് ആ അപ്പൻ്റെ ആ നിരന്തരമായ പ്രാർത്ഥന, ക്ഷമയൊക്കെയാണ് ആ കുഞ്ഞിനെ വിടുതലിലേക്ക് നയിക്കുന്നത്. നമ്മളെ ക്ഷമയറ്റു പോകുന്ന പല പരിശ്രമങ്ങളും നടത്തിയിട്ടും കാര്യം നടക്കാതെ വരുന്ന ഒരുപാട് ജീവിതാവസ്ഥകളുണ്ട്. പല പ്രാവശ്യം പരീക്ഷകൾ എഴുതിയിട്ട് നീ വിജയിക്കുന്നില്ലെങ്കിൽ നീ തോറ്റു കൊടുക്കരുത്. പല പ്രാവശ്യം നിന്റെ മക്കളെ ഉപദേശിച്ചിട്ടും അവർ നേരാവുന്നില്ലെന്ന് കണ്ടാൽ നീ നിരാശപ്പെട്ടു പോകരുത്. നിന്റെ ജീവിതത്തിൽ നീ ഉയരാതിരിക്കുമ്പോൾ തകർന്നു പോകരുത്. യു ട്രൈ അഗെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ശക്തിയിലും അവിടുത്തെ കരബലത്തിലും ആശ്രയിച്ച് വീണ്ടും നീ പരിശ്രമിക്കുവാണെങ്കിൽ നീ ഉയരും. അവിടത്തോട് നിരന്തരം നീ പ്രാർത്ഥിക്കുവാണെങ്കിൽ, അവിടത്തോട് സ്നേഹത്തിൽ നീ ഒട്ടിച്ചേർന്ന് നിൽക്കുവാണെങ്കിൽ നീ തീർച്ചയായിട്ടും ഉയരും. സങ്കീർത്തകൻ പറയുന്നത് എന്താ? അവിടുത്തെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ലെന്നാണ് പറയുക. അവിടുത്തെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. നീ അവിടുത്തെ അന്വേഷിക്കുക, നിരന്തരം അവിടുത്തെ അന്വേഷിക്കുക, അവിടത്തോട് ചേർന്ന് നിൽക്കുക. തക്ക സമയത്ത് അവിടെ നിന്ന് നിന്നെ ഉയർത്തും. വലതുകരം ഉയർത്തി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാർക്കോസ് 7:24-30 എഴുതി വെച്ചോ. മാർക്കോസ് 7:24-30. മാർക്കോസ് 7:24-30. മാർക്കോസ് 7:24-30. അവിടെ സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസം അതും എഴുതി വയ്ക്കുക. സീറോ ഫിനീഷ്യൻ മലയാളം എഴുതാൻ അറിയാവുന്നവർക്ക് എഴുതാൻ പറ്റുള്ളൂ, കടിച്ചപ്പൊട്ടാത്ത എഴുത്താണ്. സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസം എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുക. അതായത് ഈ സീറോ ഫിനീഷ്യൻ സ്ത്രീ എന്ന് പറയുന്നത് വിജാതീയ സ്ത്രീയാണ്. യോഹന്നാൻ 4 കാണുന്ന സമരിയക്കാരി സ്ത്രീയെ പോലെ വിജാതീയ സ്ത്രീയാണ് ഇവർ. ഈശോയെക്കുറിച്ച് പറഞ്ഞു കേട്ട് വന്നതാ. അതായത് പലരെയും കാണിച്ചിട്ട് ഇവരുടെ മകളുടെ ഈ രോഗം മാറുന്നില്ല, പൈശാചിക ബാധ മാറുന്നില്ല, വിട്ടുപോകുന്നില്ല. അപ്പോൾ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നേക്കാണ്. എന്തിന്? ഇത് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈശോ വന്ന പാടെ ഈശോ പറയുന്നതാണ്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവളുടെ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുന്നത് ശരിയാണോ? അതുപോലെയാണ് കർത്താവ് ചോദിക്കുന്നത്. മക്കൾക്ക് കൊടുക്കേണ്ട അപ്പം എടുത്ത് നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുന്നത് ശരിയാണോ? ശരിക്കും പരീക്ഷിക്കുകയാണ്. അപ്പോൾ കർത്താവ് ടെസ്റ്റ് ചെയ്യുന്നത് എന്താ? അവൾ ഇതിലൂടെ പോയിക്കോളൂ, അവളൊന്ന് പരീക്ഷിച്ച് കളയാം. വിശ്വാസം ഉറപ്പുണ്ടെങ്കിലല്ലേ അനുഗ്രഹം കിട്ടുള്ളൂ. ഹലോ, വിശ്വാസം ഉറപ്പുണ്ടെങ്കിൽ അനുഗ്രഹം കിട്ടുള്ളൂ. നീ ഈശോയുടെ മുന്നിൽ വന്നിട്ട് വലിയ മൈൻഡ്, മനസ്സോടെ ഉറപ്പില്ലാത്ത വിശ്വാസത്തോടെ മാറുമോ? രോഗം മാറുമോ? തടസ്സം മാറുമായിരിക്കും. ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കർത്താവ് പറയും, അതൊന്നും നടക്കൂല മോളെ. ഉറപ്പുള്ള വിശ്വാസമാണെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. പരീക്ഷയ്ക്ക് ജയിക്കൂലേ? ജയിക്കില്ലായിരിക്കും. അത് പറ്റില്ല. ചങ്കുറപ്പോടെ എൻ്റെ ഈശോ എന്നെ നയിക്കും എന്നുള്ളൊരു പരിപൂർണ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടുള്ളൂ. വലതുകരം ഉയർത്തി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ സീറോ ഫിനീഷ്യൻ സ്ത്രീ വന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്താണ്, മക്കൾക്കുള്ള അപ്പം നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുന്നത് ശരിയല്ല. അപ്പോൾ അവളെന്താ കർത്താവിനോട് പറഞ്ഞത്? നായ്ക്കൾ പോലും യജമാനൻ്റെ മേശപ്പുറത്തുനിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ.
നായ്ക്കൾ പോലെ എളിമപ്പെടാവുന്നതിൻ്റെ പരമാവധി ആ പാവപ്പെട്ട സ്ത്രീ താഴ്ന്നുള്ളതാ. നമ്മളുണ്ടല്ലോ എന്തെങ്കിലും കാര്യം കിട്ടാതിരുന്ന ഞാൻ പ്രാർത്ഥിച്ചിട്ട് 9 ആഴ്ച നൊവേന ഓടിയിട്ട് കിട്ടി, കണ്ടില്ലേ? അവിടെ പോയി ഇത് ചെയ്തു, ഇവിടെ പോയി ഇത് ചെയ്തു, ഇവിടെ പോയി ഇത് ചെയ്തു, 4 ദിക്കിലും ധ്യാനകേന്ദ്രങ്ങളിലും പള്ളിയിൽ പോയി, എന്നിട്ടും കിട്ടിയില്ല. നമ്മുടെ വിശ്വാസം അതാ, പലരുടെയും വിശ്വാസം അതാ. ഈ സ്ത്രീ കണ്ട വിട്ടില്ല. കർത്താവ് ആട്ടിപ്പായിച്ച് ഓടിക്കാൻ പരിശ്രമിച്ചു, വിട്ടില്ല. അവള് പറഞ്ഞു, നായ്ക്കൾ പോലും യജമാനന്റെ മേശപ്പുറത്തുനിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ എച്ചിൽ ഭക്ഷിക്കുന്നുണ്ടല്ലോ. കർത്താവ് തകർന്നുപോയി. എന്തൊരു വിശ്വാസം ഉണ്ടോ, എന്തൊരു വിശ്വാസം. ആ വിശ്വാസത്തിലാണ് കർത്താവ് വീണു പോണേ. കർത്താവിനെ മലർത്തിയടിക്കണമെങ്കിൽ വേറൊരു വഴിയില്ല, വിശ്വാസം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. എബ്രായർ 11:6 വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. വിശ്വാസമില്ലാതെ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാം. ഞാൻ കുറേ ആളുകൾ കണ്ടിട്ടുണ്ട്, അതായത് ഒത്തിരി പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയിട്ടും ഒത്തിരി രോഗങ്ങളിലൂടെ കടന്നുപോയിട്ടും ഒത്തിരി ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയിട്ടും കർത്താവിനെ തള്ളിപ്പറയാത്ത ആളുകൾ, കർത്താവിനെ ഒരിക്കലും പരിത്യജിക്കാത്ത ആളുകൾ, കർത്താവിനെ യൂദാസിനെ പോലെ ഒറ്റിക്കൊടുക്കാത്ത ആളുകൾ, തള്ളിപ്പറയാത്ത ആളുകൾ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ സ്വർഗരാജ്യം കരസ്ഥമാക്കാൻ പോണേ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അവളുടെ വിശ്വാസം കണ്ടപ്പോൾ കർത്താവ് അവളുടെ കൊച്ചുമോളെ ആ പിശാച് ബാധയിൽ നിന്ന് സൗഖ്യപ്പെടുത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സ്ത്രീയുടെ നിരന്തരമായ ചോദ്യങ്ങൾ, നിരന്തരമായൊരു തീഷ്ണത, നിരന്തരമായൊരു പ്രാർത്ഥനയാണ് ആ കൊച്ചുമകളെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാൻ മടുക്കോ? പ്രാർത്ഥിക്കാൻ ക്ഷീണിക്കോ? എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ ധ്യാനകേന്ദ്രം വിട്ട് പോവുമോ? എന്തെങ്കിലും കാര്യം നടന്നില്ലെങ്കിൽ പള്ളിയിൽ പോകാതിരിക്കോ? ഒന്ന് രണ്ടല്ല, കുറച്ച് ആളുകൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് ഒരു ചേച്ചീനെ ഞാനൊരിക്കലും വീട് വഞ്ചിരിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചി പള്ളിയിൽ വരുന്നില്ല, കുറേ വർഷങ്ങളായിട്ട് പള്ളിയിൽ വരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ പറ്റി പള്ളിയിൽ വരാത്ത എന്താണെന്ന് വെച്ചു. ദൈവം സ്നേഹമുള്ളവനായിരുന്നെങ്കിൽ 50 വയസ്സിൽ എൻ്റെ ഭർത്താവിന് അറ്റാക്ക് വന്ന് കൊണ്ടുപോകത്തില്ലായിരുന്നു. ദൈവം എന്നോട് ചോദിച്ച ചോദ്യമോ, ദൈവം സ്നേഹമുള്ളവനായിരുന്നെങ്കിൽ 50-ാം വയസ്സിൽ എൻ്റെ ഭർത്താവിന് അറ്റാക്ക് വന്ന് കൊണ്ടുപോകത്തില്ലായിരുന്നു. ദൈവം സ്നേഹമില്ലാത്തവനാ. അങ്ങനെ സ്നേഹമില്ലാത്ത ദൈവത്തെ എനിക്ക് വേണ്ട. എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹമില്ലാത്ത ദൈവത്തെ എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ആർച്ച് ബിഷപ്പ് വർഗീസ് കാലകൾ പിതാവ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. പിതാവിൻ്റെ അപ്പനും കുഞ്ഞുനാളിലും മരിച്ചുപോയി. പിതാവ് കുഞ്ഞായിരിക്കുമ്പോൾ, ചെറുപ്പമായിരിക്കുന്ന സമയത്ത് അപ്പം മരിച്ചുപോയി. അന്ന് പിതാവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അച്ഛൻ പറഞ്ഞു കൊടുത്തതാണ്, ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റില്ല, ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റില്ല. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് മരണമടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാ. ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റില്ല. നിൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ അല്ലെങ്കിൽ ബന്ധനങ്ങൾ മാറുന്നില്ലെങ്കിൽ അതും ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് കാണാൻ നിനക്ക് സാധിക്കണം. നനച്ചിരിക്കാത്ത സമയത്ത് ഒരു ക്യാൻസർ രോഗം, നനച്ചിരിക്കാത്ത നേരത്ത് കടബാധ്യതയൊക്കെ വന്ന് കയറുന്നുണ്ടെങ്കിൽ, ഒരു മരണമൊക്കെ കടന്നു കയറുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് വിശ്വസിക്കുന്നവർക്കത് മറികടക്കാൻ സാധിക്കും. എൻ്റെ ദൈവം എന്നെ പരീക്ഷിക്കുന്ന നിമിഷങ്ങളാണെന്ന് ബോധ്യമുള്ള വ്യക്തികൾക്കാണെങ്കിൽ അത് മറികടക്കാൻ സാധിക്കും. അല്ലാത്തവരെന്ത് ചെയ്യും? ദൈവത്തെ ശപിച്ചും പ്രാഗിയൊക്കെ ജീവിക്കും. ജോബിൻ്റെ ഭാര്യ പറയില്ല, എടോ തനിക്ക് ദൈവത്തെ ശപിച്ചിട്ട് മരിച്ചൂടെ? വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, 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 ഈശോയേ. അപ്പം 3 ചിന്തകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പി സ്തുതിക്കണം, പ്രൈസ്. പിന്നെ ആർ റെപ്പൻഡൻസ്, അനുതപിക്കണം. 3 എ ആസ്ക്, ചോദിക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു നമ്മളായിരുന്നത്. അടുത്തതാണ് വൈ, PRAI. അടുത്തതാണ് വൈ. വൈ ഈസ് ഈക്വൽ ടു യെസ് ആറ്റിറ്റ്യൂഡ്. എഴുതി വയ്ക്കും. യെസ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. അന്നയ്ക്കെപ്പോഴും ഉള്ളൊരു ആറ്റിറ്റ്യൂഡാണ് യെസ് ആറ്റിറ്റ്യൂഡ്. അച്ഛ അത് ഞാൻ ചെയ്യാം, അച്ഛ ഇത് ഞാൻ ചെയ്യാം, അച്ഛ ഞാനത് അടിച്ച് പൊളിക്കാം. യെസ് ആറ്റിറ്റ്യൂഡ്. എന്ത് പറയുമ്പോഴും അത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ് യെസ് ആറ്റിറ്റ്യൂഡ്.
പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആദ്യം ഈ ദൈവത്തെ സ്തുതിച്ചു, രണ്ടാമത് ഞാൻ അനുതപിച്ചു, മൂന്നാമത് ഞാൻ ചോദിച്ചു. ഹലോ, ഞാൻ ചോദിച്ചു, കർത്താവെ ഞാൻ ചോദിച്ചു, കർത്താവിനോട് ഞാൻ ചോദിച്ചത് എൻ്റെ ജോലിയൊന്ന് ശരിയാക്കി തന്നെ കേട്ടോ. ചോദിക്കുകയാണ് കർത്താവിനോട്, ജോലിയൊന്ന് ശരിയാക്കി തന്നെ കേട്ടോ. ഞാൻ ചോദിച്ചെന്നു മാത്രമേ ഉള്ളൂ, മറുപടി തരാം തരാതിരിക്കാം. ആർക്ക്? അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ കർത്താവിനോട് ചോദിച്ചു. കർത്താവ് ചില സമയത്ത് യെസ് പറയും, ചില സമയത്ത് എന്ത് പറയും? നോ പറയും. ചില സമയത്ത് എന്ത് പറയും? യെസ് പറയും. ചില സമയത്ത് നോ പറയും. ചില സമയത്ത് വെയിറ്റ് പറയും കേട്ടോ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, ഈശോയേ, ഈശോയേ. നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. കർത്താവ് ഈ മൂന്നിൽ എന്ത് മറുപടി കിട്ടിയാലും, ഞാൻ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവ് യെസ് എന്ന് പറഞ്ഞാൽ താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞ് പോരുക. രണ്ടും ഞാൻ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവ് നോ എന്ന് പറഞ്ഞാലും താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞ് വെളുക്ക ചീർച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുക. മൂന്നും കർത്താവ് പറയും വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? എഴുന്നേൽക്കുക, ചിരിക്കുക, ആൻറ്റോൻ്റെ പല്ലിൽ കമ്പിയിട്ട് പല്ല് കാണിച്ച് ചിരിക്കുക, എഴുന്നേറ്റ് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടോ, ഒരിക്കലും കർത്താവ് തരുന്ന മറുപടികളെ നമ്മൾ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. മക്കളെല്ലാവരും ശ്രദ്ധിക്കണം. തമാശയോടെയാണ് അച്ഛൻ പറയുന്നെങ്കിലും സീരിയസ് ആയിട്ടാണ് പറയണേ. ചിലരൊക്കെ പറയും, അച്ഛൻ 1 മാർക്കിനാണ് പരീക്ഷ തോറ്റുപോയത്, 1/2 മാർക്കിനാണ് പരീക്ഷയ്ക്ക് പോയത്. അച്ഛൻ ഇച്ചിരിയും കൂടി മാർക്കുണ്ടെങ്കിൽ ഞാൻ IAS ആയേനെ. അച്ഛൻ ഇച്ചിരിയും കൂടി മാർക്കുണ്ടെങ്കിൽ CA പാസ്സായേനെ. അച്ഛാ ഇന്ന കാര്യം നടന്നിച്ചെങ്കിൽ അത് ചായേ. കർത്താവ് നിന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിനക്ക് എന്ത് പറയാൻ പറ്റും? കർത്താവ് നിന്നോട് നോ, നീ IAS ആവണ്ട, നീ ഡോക്ടർ ആവണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് കർത്താവ് നിന്നെ IAS ആക്കാഞ്ഞത്. മനസ്സിലായോ? നീ വിചാരിക്കും പരാജയപ്പെട്ടു പോകുമ്പോൾ എൻ്റെ പ്ലാൻ നടന്നില്ലല്ലോ. കർത്താവ് നിന്നെ കർത്താവിൻ്റെ പ്ലാനിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് അത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടോ, എപ്പോഴും അച്ഛൻ പറയുന്നൊരു വചനമാണ് ജോബ് 1:21. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പഠിച്ചോ? എല്ലാവർക്കും അറിയോ? ജോബ് 1:21. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. എല്ലാവരും കൂടി പറഞ്ഞ് ജോബ് 1:21. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഇരുകരങ്ങളും ഉയർത്തി പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ഇഷ്ടം പോലെയാണ്. കർത്താവ് തന്നതാണ് നിനക്ക് ഈ ആരോഗ്യം, കർത്താവ് തന്നതാണ് ഈ ശരീരം, കർത്താവ് തന്നതാണ് മാതാപിതാക്കൾ, കർത്താവ് തന്നതാണ് മക്കൾ. ഇപ്പോൾ കർത്താവിന് ഇഷ്ടമുള്ളപ്പോൾ ഓരോരുത്തരെയും കൊണ്ടുപോയിക്കൂടെ? കർത്താവിന് ഇഷ്ടമുള്ളപ്പോൾ ജോലി തന്നൂടെ? കർത്താവിന് ഇഷ്ടമുള്ളപ്പോൾ അനുഗ്രഹങ്ങൾ തന്നൂടെ? കർത്താവിന് ഇഷ്ടമുള്ളപ്പോൾ സഹനങ്ങൾ തന്നൂടെ? ഹലോ, അല്ലേ? കർത്താവിൻ്റെതാണെങ്കിൽ കർത്താവിന് ഇഷ്ടമുള്ള പോലെ പ്രവർത്തിച്ചൂടെ? നമ്മളാരാ ചോദ്യം ചെയ്യാൻ? വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഇരുകരങ്ങളും ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ ഇഷ്ടം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം എഴുതി വയ്ക്കും. പറഞ്ഞു തരണോട്ടോ. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നബൂഖദ്നേസർ രാജാവ് അദ്ദേഹം തന്നെ ഒരു സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ജനങ്ങളോട് ആരാധിക്കാൻ പറയും. അപ്പോൾ 3 യുവജനങ്ങൾ മുന്നോട്ട് വന്നിട്ട് അവർ പറയും, ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കത്തില്ല. 3 പേരാണ്. ശദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ. കപ്പലിൻ്റെ വായിലിട്ട് പറയേണ്ട പേരുകളാണ് 3 കേട്ടോ. ശദ്രാക്ക് പറഞ്ഞേ, മെഷാക്ക്, അബേദ്നെഗോ. അവൾ പറഞ്ഞിട്ടുണ്ട് അബദ്ധമായി പോയിന്ന്. ഒന്നുകൂടി പറഞ്ഞേ, ശദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ. എടി നീ പറയ്, ശദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ കേട്ടോ. ശദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ. അടുത്ത ആഴ്ച അച്ഛൻ പറയും, ഇപ്പോൾ പറയണം, ബുദ്ധിന്ന് ഓർത്ത് വയ്ക്കണം. ദാനിയേൽ പ്രവചനം 3:1 മുതലുള്ള വാക്യങ്ങളാണ്. നബൂഖദ്നേസർ രാജാവ് സ്വർണ്ണ വിഗ്രഹത്തെ ആരാധിക്കാൻ പറയുമ്പോൾ ഇവർ 3 പേരും ആരാധിക്കത്തില്ല. കാരണം എന്താ? ദൈവത്തിൻ്റെ ഹിതം അതല്ല. അല്ല, അല്ല, അല്ല.
ദൈവത്തിൻ്റെ ഹിതം അതല്ല. ദൈവം അല്ലാതെ വേറെ ആരെയും ആരാധിക്കണമെന്ന് ഉള്ളത് ആരാധിക്കരുതെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പിന്നെ ഈ ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഈ 3 ചെറുപ്പക്കാരും കൂടെ ഇങ്ങനെ പറയുന്നുണ്ട്. ആരാധിക്കണമെന്ന് പറയുമ്പോൾ ആരാധിച്ചില്ല അവർ. അപ്പോൾ അവരെ എന്തിലേക്കാണ് എടുത്തിട്ടത്? തീയിലേക്ക്, കത്തുന്ന തീയിലേക്കാണ് ഈ 3 ചെറുപ്പക്കാരെ എടുത്തെറിയുന്നത്. അപ്പം എടുത്തെറിയുന്നതിന് മുമ്പ് ഈ 3 ചെറുപ്പക്കാരും കൂടി പറയുന്ന ഒരു വചനമുണ്ട്. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. രാജാവിനോട് ഈ 3 ചെറുപ്പക്കാരും കൂടി പറയാണ്, ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക, അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല. എല്ലാവരും നേറ്റു പറയണേ, ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുവിൻ, അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല. കണ്ടോ? ഓൾവേസ് സേ യെസ് ടു ദ ലോർഡ്. ദൈവത്തോട് എപ്പോഴും യെസ് പറയുക. അവർ ധൈര്യപൂർവ്വം ദൈവത്തിൻ്റെ വാക്കുകൾക്ക്, വചനങ്ങൾക്ക്, കൽപ്പനകൾക്ക് യെസ് പറഞ്ഞു എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഇന്ത്യയിലൊക്കെ വരും കേട്ടോ, ഉറപ്പായിട്ടും വരും. മാറിക്കോ, മതം മാറിക്കോ, അല്ലെങ്കിൽ കഴുത്തറുത്ത് കളയും, മാറിക്കോ, അല്ലെങ്കിൽ ബോംബിട്ട് പൊട്ടിച്ച് കളയും. അപ്പം തന്നെ നിങ്ങൾ ഓടിക്കളഞ്ഞേക്കരുത്. അപ്പം തന്നെ എനിക്കറിയില്ല ഈശോ അതാരാ, ഞാൻ ഇവിടുത്തെ ആളാ, ഞാൻ പണ്ടേ ഈ ആളാ എന്നൊക്കെ പറഞ്ഞ് ഓടിക്കളഞ്ഞേക്കരുത് കേട്ടോ. ഇവർ കാണിച്ച ധൈര്യം നമ്മൾ കാണിക്കണം. ഇങ്ങനെ ഒത്തിരി പേരുടെ വിശ്വാസത്തിലാണ് ഈ കത്തോലിക്ക തിരുസഭ വളർന്നു നിന്നേക്കണേ കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ പപ്പാനി ഈ കരോത്സംഘത്തെയൊക്കെ പാലക്കാടൊക്കെ തടഞ്ഞതൊക്കെ കണ്ടോ? നമ്മൾ വിചാരിച്ചിരുന്നത് എന്താ, നോർത്ത് ഇന്ത്യയിലൊക്കെ മാത്രം ഉണ്ടാവുള്ളൂ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും. ഇവിടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പതിയെ പതിയെ തല പൊക്കുന്നുണ്ട് പിശാച് ഇങ്ങനെ ഒരുപാട് പേരിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എവിടെ പോയാലും പീഡിത സഭയാണ്. കത്തോലിക്ക സഭ, ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് എവിടെയാണെങ്കിലും പീഡിത സഭയാണ്. ഇപ്പോൾ അമേരിക്കയിലും ക്രിസ്ത്യൻ കൺട്രീസിൽ പോലും പീഡിത സഭയായി മാറിക്കൊണ്ടിരിക്കുക. എല്ലായിടത്തും ഞെരുക്കങ്ങളാണ്. കണ്ടില്ലേ നമ്മുടെ നൈജീരിയയിൽ എത്ര പേരെ അവർ കൊന്നു കളഞ്ഞത്, എത്ര പേരെയാ കഴുത്തെറുത്തും നിരത്തി നഗ്നനാക്കി നിർത്തി വെടിവെച്ചും കഴുത്തൊക്കെ വെട്ടിക്കൊല്ലാണ്. മനുഷ്യജീവിതങ്ങളാണെന്നൊരു ചിന്ത പോലും ഇല്ലാതെ അരുങ്കൊല ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമൊക്കെയാണെന്ന്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ കർത്താവിൻ്റെ ഇഷ്ടത്തിന് എപ്പോഴും യെസ് പറയണം. ലൂക്കാ 18:23 എഴുതി വയ്ക്കുക. ലൂക്കാ 18:23 ലൂക്കാ 18:23 എഴുതിയോ? അവിടെ ധനികനായ യുവാവും കർത്താവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമ്മൾ കാണുക. ധനികനായ യുവാവും കർത്താവും തമ്മിലുള്ളൊരു സംഭാഷണമാണ് കാണുക. അപ്പോൾ എന്നാൽ ലൂക്കാ 18:23 എന്താ? ധനികനായ യുവാവും കർത്താവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമ്മളവിടെ കാണുക. ആർക്കെങ്കിലും അറിയോ? ധനികനായ യുവാവും കർത്താവും തമ്മിലുള്ള സംഭാഷണം. ഒരു ക്ലൂ തരാം. ബൈബിൾ വായിച്ചിട്ടുള്ളത് കർത്താവിൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. കർത്താവിനോട് ഒന്നിന് വന്നിട്ട് കർത്താവിനോട് ചോദിക്കും, കർത്താവേ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആർക്കെങ്കിലും അറിയോ? ആ സംഭാഷണം അറിയോ? ധനികനായ യുവാവും കർത്താവും തമ്മിലുള്ള സംഭാഷണം. മോളെ എഴുന്നേക്ക്. അത് തന്നെ, ഒരു കൈയടി കൊടുത്തേ. അടിക്ക്, നന്നായിട്ട് അടിക്ക് കേട്ടോ. ഇതൊക്കെ അച്ഛനും ഓരോരുത്തരെ കൊണ്ട് പറയിക്കുന്ന എന്തിനാന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സിൽ ആഴപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഒരു ധനികനായ യുവാവ് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയും, കർത്താവ്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ കർത്താവ് പറയും, നീ കൽപ്പനകൾ നിനക്കറിയാമല്ലോ. 1-ാമത്തെ കൽപ്പന, 2-ാമത്തെ കൽപ്പന, 3-ാമത്തെ കൽപ്പന, 4, 5 കൽപ്പനകളൊക്കെ കർത്താവ് എൻ്റെ മുന്നിൽ നിരത്തി കൊടുക്കും. അപ്പോൾ അവൻ പറയും, കർത്താവേ, അങ്ങ് ഈ പറഞ്ഞ കൽപ്പനകളൊക്കെ ഞാൻ പാലിക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് അവനിൽ തന്നെ ഒരു ചിന്തയുണ്ട്, ഞാൻ കുറച്ച് മെച്ചപ്പെട്ട ആളാ. ഹലോ, ഞാൻ നിങ്ങളെപ്പോലെയല്ല, ഞാൻ കുറച്ചുകൂടി മെച്ചപ്പെട്ട ആളാണെന്നുള്ളൊരു മിഥ്യാചിന്ത ആരുടെ തലയിലുണ്ട്? അവൻ്റെ തലയിലുണ്ട്. കർത്താവിനെ പറ്റിക്കാൻ പറ്റുമോ? മനുഷ്യരെ നമുക്ക് പറ്റിക്കാൻ പറ്റും,
ചതിക്കാനൊക്കെ പറ്റും. പക്ഷെ കർത്താവിനെ നമുക്ക് ഒരിക്കലും വഞ്ചിക്കാനും പറ്റിക്കാനും പറ്റത്തില്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കൊച്ചു പറഞ്ഞതുപോലെ ആ സമയത്താണ് കർത്താവ് അവൻ്റെ ഉള്ളിലെ കുറവ് കണ്ടെത്തുന്നത്. അവനെല്ലാം നിറവുകളായിട്ട് കർത്താവിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കുമായിരുന്നു. പക്ഷെ ഉള്ളു കാണുന്ന കർത്താവിനെ പറ്റിക്കാൻ പറ്റാത്തതുകൊണ്ട് കർത്താവ് പറയും, നിനക്കൊരു കുറവുണ്ട്. എന്താ? നിന്റെ സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവിൻ. നിനക്കൊരു കുറവുണ്ട്, നിന്റെ സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവിൻ എന്ന് കർത്താവിനോട് പറയായിരുന്നു. അപ്പോൾ വചനം എന്താ പറയുന്നത്? പിന്നെ തുടർന്ന് വചനം എന്താ പറയണേ? പിന്നെ തുടർന്ന് വചനം, ഹലോ വീട്ടിൽ പോയിരുന്ന് ബൈബിളൊക്കെ വായിക്കണം കേട്ടോ. ഹലോ എല്ലാവരോടും അച്ഛൻ പറയാം കേട്ടോ, വീട്ടിൽ പോയിരുന്ന് ക്രിസ്ത്യാനികളെ നമ്മൾ 60-70 വർഷമൊക്കെ ജീവിച്ചിട്ട് ഇത് വീട്ടിൽ പോയിരുന്ന് വായിക്കണം. വായിച്ച് എന്താണ് സുവിശേഷങ്ങളിൽ പറയുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ആ വചനം പറയുന്നത് അവൻ വിഷമത്തോടെ വീട്ടിലേക്ക് പോയി എന്നാ പറയുക. കാരണം അവന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു എന്നാ പറയുക. അതായത് അവന് അവിടെ കർത്താവിൻ്റെ ഇഷ്ടം പ്രാവർത്തികമാക്കാൻ അവന് പറ്റിയില്ല. അവൻ്റെ ഇഷ്ടം കടിച്ചു തൂങ്ങി നിൽക്കുമായിരുന്നു. കർത്താവിൻ്റെ ഇഷ്ടം എന്തായിരുന്നു? ആ സമ്പത്തൊക്കെ ദരിദ്രർക്ക് വാങ്ങിച്ചു കൊടുത്ത് അവന് നിത്യജീവനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. പക്ഷെ അവൻ്റെ ഇഷ്ടം എന്തായിരുന്നു? പൈസയൊക്കെ പണമൊക്കെ ആസ്വദിച്ച് സമ്പത്തൊക്കെ ആസ്വദിച്ച് സന്തോഷത്തോടെ സമൃദ്ധിയോടെ ജീവിക്കുക എന്നുള്ളതായിരുന്നു. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒച്ച പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, 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 ഈശോയേ. കർത്താവിൻ്റെ ഇഷ്ടം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. എപ്പോഴും ഓർക്കണം, പലപ്പോഴും ഉണ്ടല്ലോ നമ്മളുടെ ഇഷ്ടത്തിന് എതിരായിരിക്കും പലപ്പോഴും കർത്താവിൻ്റെ ഇഷ്ടം വരിക. അത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറയുന്ന കാര്യമാണ്. എൻ്റെ ഇഷ്ടത്തിന് എതിരായിരിക്കും പലപ്പോഴും കർത്താവിൻ്റെ ഇഷ്ടം. ചില കയ്പുള്ള കാര്യങ്ങൾ എനിക്കിഷ്ടമായിരിക്കില്ല, പക്ഷെ കർത്താവിൻ്റെ ഇഷ്ടം അതായിരിക്കും. നിങ്ങളൊന്ന് പറഞ്ഞു തരാമോ, ബൈബിളിലൂടെ യാത്ര ചെയ്തപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം പ്രാവർത്തികമാക്കിയ പഴയ നിയമത്തിലെ ആളുകളെ ഒന്ന് പറഞ്ഞു തരാമോ? പഴയ നിയമത്തിലെ ആളുകൾ ദൈവത്തിൻ്റെ ഇഷ്ടം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ പഴയ നിയമത്തിലെ കുറച്ചാളുകളുടെ പേര് പറഞ്ഞു തരാമോ? ആരാണ്? മോശ അല്ലേ? മോശ ദൈവം പറഞ്ഞതനുസരിച്ച് ഫറവോയുടെ മുന്നിൽ പോയി ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് കൊണ്ടുവന്നു. ഒന്ന് മോശ. 2 അബ്രഹാം. അബ്രഹാം പറഞ്ഞു, നിൻ്റെ ഭാര്യയും എല്ലാ ആടുകളെയും കാളകളെയും എല്ലാം എടുത്ത് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാക്കി. ഇനി വേറെ ആളാരാ? യാക്കോബ്. പിന്നെ വേം പോരട്ടെ. നോഹ. നോഹയോട് കർത്താവ് പറഞ്ഞു എന്ത്? പെട്ടകം ഉണ്ടാക്കാൻ. ഇപ്പം എല്ലാവരും പറഞ്ഞു നിനക്ക് വട്ടാണ്, പെട്ടകം ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്ന്. പക്ഷെ കർത്താവ് പറഞ്ഞത് നോഹ ചെയ്തു. അങ്ങനെ വെള്ളപ്പൊക്കം വന്നപ്പോൾ നോഹയും കുടുംബവും പക്ഷിമൃഗാദികളും എല്ലാം രക്ഷപ്പെട്ടു. വേറെ ആരാ? പഴയ നിയമത്തിലെ വേറെ ആരാ? വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുപാട് പേരുണ്ട്. ഇനി പുതിയ നിയമത്തിലേക്ക് വരാം. ആരൊക്കെയാണ് പുതിയ നിയമത്തിൽ ഈശോയുടെ ഇഷ്ടം നിറവേറ്റിയവർ? ഇത് പറയണം. പുതിയ നിയമത്തിൽ ഈശോയുടെ ഇഷ്ടം നിറവേറ്റിയവർ ആരൊക്കെയാണ്? ഇവിടെ തന്നെ 2 പേര് രൂപക്കൂടിൻ്റെ ഉള്ളിൽ കയറിയിരിപ്പുണ്ട്. ഒന്ന് പറയും. ഔസേപ്പിതാവ്. ഔസേപ്പിതാവ് എങ്ങനെ ഇഷ്ടം നിറവേറ്റിയത്? അതായത് ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുവർത്തിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വളർത്തുപിതാവായി സ്വന്തം സ്വപ്നങ്ങൾ മറ്റുള്ളവർ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ആളാണ് ആര്? ഔസേപ്പിതാവ്. ഔസേപ്പിതാവ് സൂപ്പറാട്ടോ അല്ലേ? പാവപ്പെട്ട മനുഷ്യൻ. സുവിശേഷങ്ങളിൽ എവിടെയെങ്കിലും അദ്ദേഹം സംസാരിക്കുന്നുണ്ടോ? പിന്നെയുണ്ടല്ലോ, ഈ ഈശോ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഉറക്കം പോയത് ആരുടെ? നമ്മളിപ്പോൾ ഉറങ്ങുന്ന ഔസേപ്പിതാവിൻ്റെ രൂപം കണ്ടില്ലേ? ഞാൻ ഇന്നലെയോ ഒരു സ്ഥലത്ത് കണ്ടു. അതായത് ഉറങ്ങുന്ന ഔസേപ്പിതാവിൻ്റെ രൂപത്തിൽ മാതാവ് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയാണ്. ഔസേപ്പിതാവ് എഴുന്നേറ്റിരുന്ന് ഉണ്ണിയെ പരിപാലിക്കുന്നു.
ആദ്യമായിട്ട് അങ്ങനെ ഒരു രൂപം കണ്ട്. എവിടെയാണാവോ? അതായത് മാതാവ് കിടന്നുറങ്ങുന്ന ഔസേപ്പിതാവ് എഴുന്നേറ്റിരുന്ന് ഉണ്ണിയെ പരിപാലിക്കുന്നു. ഔസേപ്പിതാവിന് ഉറക്കം ശരിയായിട്ടില്ല. ഉണ്ണിയെ ഈ മാതാവിന് സാധാരണ ദൂതൻ സ്വപ്നത്തിലല്ല പ്രത്യക്ഷപ്പെടുന്നത്, നേരിട്ട് വന്ന കാര്യം പറയുക. പക്ഷെ ഔസേപ്പിതാവ് മുഴുവനും ഒരു 12:30-1 മണിയാകുമ്പോഴാണ് സ്വപ്നത്തിൽ ആര് വരിക? ഉറക്കമൊന്നും ക്ലച്ച് പിടിച്ച് വരുമ്പോഴാണ് ആര് വരിക? ദൂതൻ വരിക. ദൂതൻ വന്നിട്ട് ആദ്യം വരുന്നത് ഈശോയുടെ ഇവളെ ഈ പരിശുദ്ധ കന്യാമറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഔസേപ്പിതാവ് തീരുമാനം എടുത്തു കഴിയുമ്പോഴാണ് ദൂതൻ 12:30 ആയപ്പോൾ വന്നേക്കാണ്. ലൈറ്റൊക്കെ ഇട്ട് ദൂതൻ വന്നിട്ട് പറയാണ്, അവളെ ഭാര്യയാക്കാൻ വിവാഹം കഴിക്കാൻ നീ ശങ്കിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ ഉറക്കം പോയി. കുറച്ചാൾ കഴിയുമ്പോൾ ഈശോ ജനിക്കും. ഈശോ ജനിച്ചു കഴിയുമ്പോൾ ഹെറോദേസ് രാജാവ് 2 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും തട്ടിക്കളയാൻ തീരുമാനിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ദൂതൻ വീണ്ടും 12:30-1 മണി 1:15 ആയപ്പോൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, കൊച്ചിനെ വേഗം എടുത്തോ. എന്നിട്ട് എങ്ങോട്ട് പോവാൻ പറഞ്ഞു? ഒച്ചേ പറ. ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നട്ടപ്പാതിരേക്ക് പാവം മാതാവിനെ എഴുന്നേക്ക് പോവാം. ഈശോനെ എടുത്ത് മാതാവിനെയും ഈശോനെയും കഴുതപ്പുറത്ത് ഇരുത്തി. അവർ കഴുതപ്പുറത്തിരുന്ന് തൂങ്ങി. ഈ പാവം താഴത്ത് നടന്ന് മലയൊക്കെ തൂങ്ങി യാത്ര ചെയ്ത് പോയി എന്നുള്ളതാണ്. വീണ്ടും 3-ാം പ്രാവശ്യം എപ്പോഴാണ് ഉറക്കം പോണേ? 3-ാം പ്രാവശ്യം ഹെറോദേസ് മരിച്ചു കഴിയുമ്പോൾ വീണ്ടും 12:15 കഴിഞ്ഞപ്പോൾ ദൂതൻ വീണ്ടും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, കൊച്ചിനെയൊക്കെ എടുത്തോ, ഹെറോദേസ് മരിച്ചു, നിന്റെ നാടായ നസ്രത്തിലേക്ക് തിരികെ പോയിക്കോളാം എന്ന് പറഞ്ഞു. ഈ ഉറക്കം നഷ്ടപ്പെട്ട ഒരാളാവും ഔസേപ്പിതാവ്. ഉറക്കമില്ല. ചിലരെക്കുറിച്ച് പറയില്ലേ, ഉറങ്ങുന്ന സമയത്ത് ചെറിയൊരു ശബ്ദം കേട്ടാൽ മതി അപ്പം എഴുന്നേക്കുന്നു. ചില അപ്പച്ചന്മാരെ കുറിച്ച് പറയും, ചെറിയൊരു ഇല വീണാൽ മതി, ഇല വീണമെന്ന് പറഞ്ഞ് അവിടെ പോയി നോക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിന്നെ ഇങ്ങനെ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെടാനുള്ള കാരണം ഈശോ ജനിച്ച സമയത്ത് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെ കൊന്നു കളഞ്ഞല്ലോ. അപ്പം ഇദ്ദേഹം ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ കുഞ്ഞുങ്ങളുടെ കരച്ചിലുകൾ ചെവിയിൽ കേൾക്കുമായിരുന്നു എന്ന് പറയുക. ഉറക്കം നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യനായിരുന്നു ഔസേപ്പിതാവ് എന്ന് പറയുക. പിന്നെ എപ്പോഴാണ് ഉറങ്ങുന്നതെന്നറിയോ? ശരിക്കും ഒന്ന് ഉറങ്ങുന്നത് മരിക്കുമ്പോഴാണ്. ആ ഉറക്കം നല്ലൊരു ഉറക്കമായിരുന്നു. ഈശോയുടെ മടിയിലായിരുന്നു. കയ്യും പിടിച്ച് അപ്പനോട് മോൻ പറയുന്നുണ്ട്, സമാധാനത്തിൽ ഉറങ്ങുമെന്ന്. മാതാവും ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മരണം കിട്ടിയ ആളാണ് ആര്? ഏറ്റവും മനോഹരമായൊരു മരണമാണ്. വേറെ ആർക്ക് കിട്ടുന്നതിനേക്കാളും ഏറ്റവും മനോഹരമായൊരു മരണം കിട്ടിയ ഒരാളാണ്. ഈശോയുടെ കയ്യും പിടിച്ച് ഈശോയുടെ മടി കിടക്കുക. എന്നിട്ട് ഈശോയുടെ കരങ്ങളിൽ തന്നെ ആത്മാവിനെ സമർപ്പിക്കുന്നു. മാതാവും വെള്ളമൊക്കെ കൊടുക്കുന്നു. പ്രാർത്ഥിച്ച് സമാധാനത്തോടെ ആത്മാവ്. പിന്നെയാണ്, അതാണ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ പറയുന്നത്, റെസ്റ്റ് ഇൻ പീസ്. ഇനിയെങ്കിലും ഉറങ്ങണം. ഇത്രയും നാളും ജീവിതത്തിൻ്റെ അലച്ചിലുകളായിരുന്നു, ഇനിയെങ്കിലും സമാധാനമായി ഉറങ്ങണം. ഞാൻ ഉറങ്ങട്ടെ, നിങ്ങളെന്നെ അതല്ലേ ചില ഭർത്താക്കന്മാർ ഭാര്യമാരോടൊക്കെ പറയലും, ഞാൻ ചത്തു കഴിഞ്ഞാൽ പോലും കുറച്ച് സമാധാനം തന്നെ ഒന്ന്, അവിടെയെങ്കിലും എനിക്ക് സമാധാനത്തോടെ കിടക്കണമെന്നൊക്കെ പറയില്ലേ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതായത് ഈശോയ്ക്ക് അത്രയും പ്രാധാന്യം കൊടുത്ത, ഈശോയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ച ഒരു മനുഷ്യനാണ് ഔസേപ്പിതാവ്. മാതാവ് എങ്ങനെയാ യെസ് പറഞ്ഞ്? ഒന്ന് പറഞ്ഞു തന്നെ അച്ഛന്. മാതാവ് എങ്ങനെ യെസ് പറഞ്ഞ്? അതെ, കൂട്ടത്തിൽ കുറുകുറുക്കരുത്, എഴുന്നേക്ക പറയുക. ഇതൊരു വചനപ്രഘോഷണം കൂടിയാണ്. നിങ്ങൾ എന്നോട് ചേരുകയാണ്. ഒന്ന് ധൈര്യമായിട്ടൊന്ന് എഴുന്നേറ്റെന്ന്. ഇത് കണ്ടോ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ വ്യാഖ്യാനിച്ചില്ല, അതുപോലെ ആരെങ്കിലും എഴുന്നേറ്റെന്ന് പറഞ്ഞ്. മാതാവ് എങ്ങനെയാ ഈശോയ്ക്ക് എസ് പറഞ്ഞത്, ദൈവത്തോട് എസ് പറഞ്ഞത്? എഴുന്നേറ്റു. പറഞ്ഞോ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. അങ്ങനെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? കർത്താവിനോട് യെസ് പറഞ്ഞത്. പിന്നെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരുന്നു മാതാവും ഈശോവും കൂടെ? ദൈവഹിതപ്രകാരം കുറച്ച് ഇൻസിഡൻസ് പറഞ്ഞു. കാനായിലെ കല്യാണ വിരുന്ന്, കാൽവരി കുരിശ്, ഇതൊക്കെയായിരുന്നു ഈശോയോടൊപ്പം യാത്ര ചെയ്ത നിമിഷങ്ങൾ കേട്ടോ. ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറ്റിയ ഒരാളായിരുന്നു. പിതാവിൻ്റെ ഹിതം ഭൂമിയിൽ നിറവേറ്റിയ ഒരാൾ
ഒരാളും കൂടി ഉണ്ട്, നമ്മൾ ഒരിക്കലും വിട്ട് കളയാൻ പാടില്ലാത്ത ഒരാൾ. ഈശോ. എല്ലാവരും പറഞ്ഞേ, ആരായിരുന്നു? ഈശോ. വലതുകരം ഉയർത്തി. ഈശോ, ഈശോ, ഈശോ. ലൂക്കാ എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യം. ലൂക്ക 22:42. ഈശോ ഗെത്സമനിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്നത് എന്താ? അവൻ പൂർണ്ണനായിട്ടുള്ള മനുഷ്യനും പൂർണ്ണനായിട്ടുള്ള ദൈവവുമായിരുന്നു എന്നാ പറയുക. അപ്പം അവൻ നാളെ അടുത്ത ദിവസങ്ങളിൽ അനുഭവിക്കാനിരുന്ന വേദനകളെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞിരുന്നത് കൊണ്ട്, ആ തീവ്രത അവൻ്റെ ചങ്കിനകത്തുണ്ടായിരുന്നത് കൊണ്ട് രക്തം വിയർത്ത് അവൻ പ്രാർത്ഥിച്ചെന്ന് പറയുക. ആദ്യം പറയുന്നുണ്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു കളയണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഇങ്ങനെയും പറയാം, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. എല്ലാവരും പറഞ്ഞ്, ഈശോയെ, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. ഈശോയെ, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഇഷ്ടങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാകരുത്. കർത്താവിന് ഒരാളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങൾ പ്രാവർത്തികമാകൂല. അതാണ് വേറൊരു കാര്യം. നമ്മൾ എത്ര കടഞ്ഞ് പരിശ്രമിച്ചാലും നമ്മളുടെ ഇഷ്ടങ്ങൾ പ്രാവർത്തികമാകില്ല. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ പ്രാവർത്തികമാകുള്ളൂ. കർത്താവ് ആഗ്രഹിച്ച ലക്ഷ്യത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞ് പിന്തിരിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും ആ ഞെരുക്കങ്ങളും സഹനങ്ങളും വേദനകളും കർത്താവെ എന്തിനാണ് നീ എനിക്ക് ഒരുക്കിയിരുന്നതെന്ന് കടന്നു പോകാൻ എന്നെ അനുവദിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വലതുകരം ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയെ, 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 ഈശോയെ.